ഞാൻ വാങ്ങില്ല ഒരിക്കലും. ഈ ചെരുപ്പ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് എറണാകുളമാണ്. എറണാകുളം ടൗണിലാണ് ഉള്ളത്. നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ ലുലു മാളാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലുലു മാളിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നേരെ ലുലു മാളിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ലുലു മാളിൻ്റെ ബേസ്മെൻറ്റിലുള്ള നമ്മുടെ കാറ് കേട്ടിട്ടുണ്ട്. ചെഞ്ചുണ്ട്. നമ്മുടെ കാറിന് ഫുള്ള് പൊടിയായിട്ടാണ് ഉള്ളത്, കച്ചറകളായിട്ട് നിറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വാഷ് ചെയ്യിപ്പിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ, തായൽ ഭാഗങ്ങളും കാണുമ്പോൾ? നമ്മൾ രണ്ടോട്ടം വന്നേരം എയർപോർട്ടിൽ വന്നപ്പോൾ ഒന്ന് ഇവിടത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ രാവിലെ ഒരു 10 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇത്രപാട് കണ്ടമാനം വണ്ടിയുണ്ട് കേട്ടോ. ബേസ്മെൻറ്റിൽ നമ്മളുണ്ട്. ബേസ്മെൻറ്റിൽ നിന്ന് മുകളിലേക്ക് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോസ്. ലുലു മാൾ കാണാത്തവർക്ക് പൂർണ്ണമായിട്ട് ലുലുവിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. നമ്മൾ രാത്രി ഉണ്ടായിരുന്നു. രാത്രി നമ്മൾ കയറാതിരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് രാത്രി കയറാതിരുന്നത്. രാത്രി കാണാനാണ് ശരിക്കും ലുലു മാൾ ഭംഗി. പുറത്തും കാര്യം ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളി. മുകളിൽ തന്നെ കയറി കഴിഞ്ഞാൽ ലുലുയുടെ ഹൈപ്പർ മാർക്കറ്റാണ് കാണുന്നത്. ഗൈസ് കണ്ടോ, വലിയ റോബോട്ടാണ് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ചെഞ്ചോട്ടി മുമ്പിൽ റോബോട്ടിനെ പോലെ നിൽക്കുകയാണ്. മുകളിലെത്തിക്കഴിഞ്ഞാൽ ലേഡീസിന് നിസ്കരിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ട് ഒരു പ്രയർ റൂമെല്ലാം ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ചെഞ്ചോട്ടി ഇരുന്നിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് റെസ്റ്റെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഷോപ്പ് മൊത്തം കാണാനുള്ള ഒരു ഏരിയ ആണ് ആക്കിയിട്ടുള്ളത്. അതുപോലെ ബ്രാൻഡ് ലിവൈസിൻ്റെ ജെൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. എല്ലാം ഉണ്ട്. ലേഡീസിൻ്റെ ജെൻസിൻ്റെ അതുപോലെ ലേഡീസ് ബാഗ് എല്ലാം അടങ്ങിയിട്ടില്ല. ഫുട്വെയർ. നമ്മൾ കുറേ നടന്നു. കാരണം ഒരു ദിവസം എന്തായാലും വേണം ലുലു മാൾ വന്നാൽ ഫുള്ളായിട്ടൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ. പിന്നെ പർച്ചേസ് അത് തന്നെ. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഒരു ഫ്ലോറിൽ നമുക്ക് ഏത് വഴി പിന്നെ കുറച്ച് റെസ്റ്റ് എല്ലാം ചെയ്തിട്ട് വരാം കേട്ടോ. സെലീനാൻ്റെ ഫേവറേറ്റ് സെക്ഷൻ തന്നെയാണ് ഈ പറയുന്നത്. അവൾ പറഞ്ഞ പോലെ തന്നെ ഇതാ ഫുള്ള് ബാഗിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. ലേഡീസുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഏരിയ ആണ് ഇങ്ങനെയുള്ള പർച്ചേസിങ് ഏരിയ എന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങില്ല ഒരിക്കലും. ഓ, ഇത് ചെഞ്ചോട്ടി സെലക്ട് ചെയ്ത്. എത്രയാ അതിൻ്റെ റേറ്റ്? ചെഞ്ചോട്ടി 1099. ഇത് അത്യാവശ്യം വില കുറവുണ്ട്. 1195. അത്രേ ഉള്ളൂ. നമ്മൾ കണ്ണാക്കുന്ന കുറച്ച് അത്യാവശ്യം വില കുറവ്. നല്ല സാധനം. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റിയാണ്. കാരണം
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ സെലി ഇത്ര ഹീൽ എന്ന് പറയുന്നത്. ഓരോന്നിന്റെ ഹീലിന്റെ വലിപ്പം നോക്കിയാ ഇതെങ്ങനെ ഇട്ടിട്ട് നടക്കും. ഈ ചെരുപ്പിന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ ചെരുപ്പിന്റെ റേറ്റ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ചെരുപ്പിന്റെ റേറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. മുകളിലെ ഫ്ലോറിൽ എത്തിയിട്ടുള്ളത് പണ്ടൂർ അല്ലേ, അതായത് ഗെയിം സോണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടത്തേക്ക് പോയി കാണിച്ചത്. കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തെ സെക്ഷനിൽ വരുന്നത് ഫുഡിൻ്റെതാണ്. മൊത്തം കവർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, അത്രപ്പാട് ഇനിയുണ്ട്. ടയർഡായിപ്പോയി, നടക്കാൻ കഴിയുന്നില്ല. പിന്നെ ഉമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നടക്കാൻ തീരെ കഴിയുന്നില്ല. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് കഴിയുന്നില്ല. ഇനി നമ്മൾ നേരെ ലിഫ്റ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് ഇനി കയറാൻ വേണ്ടി പോവാണ്. നേരെ ഇതിലേക്ക് താഴേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫുള്ളായിട്ട് നീറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറ് പോയ സമയത്ത് ഫുള്ളായിട്ട് പൊടി പൊടിച്ചിട്ട് ഫുൾ കച്ചറയാണ് ഉണ്ടായിരുന്നത്. എത്തിയിട്ടുണ്ട്, നല്ല നീറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിനി കണ്ണൂരേക്ക് പോവാം കേട്ടോ.